ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെന്റൻസുകളെ കുറിച്ചാണ്. സാധാരണ സംസാരിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും വരുന്ന മിസ്റ്റേക്കുകൾ, അങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകളും അത് ശരിയായി എങ്ങനെ സംസാരിക്കാം അല്ലെങ്കിൽ ആ സെന്റൻസുകളെ ശരിയായി എങ്ങനെ പറയാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സെന്റൻസസ് നോക്കാം. ആദ്യത്തെ സെന്റൻസ് നോക്കാം. ഐ വിൽ റിട്ടേൺ ബാക്ക് ഇൻ 10 minutes. I will return back in 10 minutes. ഇത് യൂഷ്വലി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ സെന്റൻസിന്റെ മിസ്റ്റേക്ക് ഒന്നില്ലെങ്കിൽ റിട്ടേൺ അല്ലെങ്കിൽ ബാക്ക്. I will return in 10 minutes. I will return in 10 minutes. അപ്പൊ രണ്ടും കൂടി വേണ്ട. I will return in 10 minutes എന്ന് പറഞ്ഞാൽ മാത്രം മതി. I have visited to Mumbai. I have visited to Mumbai. ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I have visited to എന്ന് വേണ്ട. I have visited Mumbai എന്ന് എഴുതിയാൽ മാത്രം മതി. ഇവിടെ പിന്നീട് ഒരു ടൂവിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് പറയാം I have visited Mumbai. You are looking smart today. You are looking smart today. ഇവിടെ are looking എന്നതിന്റെ ആവശ്യം ശരിക്കും ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം You look smart today. You look smart today. അപ്പോ You are looking smart today എന്നതിന് പകരം You look smart today എന്ന് പറഞ്ഞാൽ മതി. I am helping you. അടുത്ത സെന്റൻസ് ആണ് I am helping you. ഇതിന് പകരം നമുക്ക് ചോദിക്കാം Let me help you. Let me help you. I am understand the topic. I am understand the topic. I am understand the topic എന്നല്ല, I understand the topic. ഇവിടെ വീണ്ടും ആമിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് പറയാം I understand the topic. He do yoga every morning. He do yoga every morning. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. He do അല്ല നമ്മൾ പറയുന്നത് He does yoga every morning. He does yoga every morning. I like very much coffee. I like very much coffee. ഇവിടുത്തെ മിസ്റ്റേക്ക് ഈ ഓർഡറിലാണല്ലേ. I like coffee very much. ഇത്രേ പറഞ്ഞാൽ മതി. സെന്റൻസുകളുടെ ഓർഡർ മാറി പറയുമ്പോഴും അതിൻ്റെ അർത്ഥത്തിൽ ചെറിയ വ്യത്യാസം വരും. I like coffee very much. I am living in Kerala. I am living in Kerala. ഈ ആം ലിവിങ്ങിന്റെ ആവശ്യമില്ല. I live in Kerala. ഇത്ര പറഞ്ഞാൽ മതി, കാര്യം നമുക്ക് ക്ലിയർ ആണ്. I live in Kerala. What is the time now? What is the time now? ഇതൊന്ന് മാറ്റി പിടിച്ചിട്ട് നമുക്ക് ചോദിക്കാം What time is it? അപ്പോ ഇനി മുതൽ what time is it എന്ന് ചോദിച്ചാൽ മതി. He watch TV now. Now എന്നൊരു വേർഡ് ഉണ്ടല്ലേ ഇപ്പോ. അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം He is watching TV now. He is watching TV now. അവൻ ഇപ്പോ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. He is watching TV now. അടുത്ത സെന്റൻസ് നോക്കാം. My house is near to the temple. My house is near to the temple. അപ്പൊ നമുക്ക് എഴുതാം My house is near the temple. Near the temple. To വേണമെന്നില്ല, near the temple. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കുറച്ച് സെന്റൻസുകളാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ.
പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.